ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വെളിച്ചത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇതിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നമുക്ക് ദൈവം അവഗണിക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ചും പരിഗണിക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റും. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ചിലരുടെ പ്രാർത്ഥന, ചില രീതിയിലുള്ള പ്രാർത്ഥനകൾ ദൈവം പരിഗണിക്കത്തില്ല, അവഗണിക്കും. ദൈവം പരിഗണിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമതായിട്ട് വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാര് യേശുവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നീ ഇപ്പം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതായത് അവരുടെ പ്രാർത്ഥനയിൽ ഇല്ലാത്ത എന്തോ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ അവർ കണ്ടു. അതുകൊണ്ടാണ് നീ ഇപ്പം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം, അതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുന്ന ശിഷ്യന്മാരെ കാണാൻ പറ്റും. മത്തായി 15, 8, 9 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവര് വ്യർത്ഥമായിട്ട് എന്നെ ആരാധിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. വേണേ ആവശ്യത്തിലേറെ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത് വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. കാരണം ആ പ്രാർത്ഥന ശരിക്കും അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയല്ല, യാന്ത്രികമായ കുറച്ച് പ്രാർത്ഥന മാത്രം. അതുകൊണ്ടാണ് വ്യർത്ഥമായിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കുന്നു എന്ന് അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇനി പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ദൈവം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇവർ വെറുതെ ഷോ കാണിക്കുന്നേ ഉള്ളൂ. ഇവര് ചങ്കിത്തട്ടിയുള്ള പ്രാർത്ഥനയൊന്നും അല്ല സ്വർഗത്തിലേക്ക് ഉയർത്തുക. അതുകൊണ്ട് വലിയ ഫലമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രതിഫലം പ്രതീക്ഷിക്കാനാവില്ല എന്നുള്ളത് അധ്യായത്തിലും കർത്താവ് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം പരിഗണിക്കുന്നത് ആരുടെ പ്രാർത്ഥനയാണ്, എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? നമുക്കൊരു 6 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി കാണാവുന്നതാണ്. ദൈവം പരിഗണിക്കുന്ന പ്രാർത്ഥനകൾ. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, വിനീതന്റെ പ്രാർത്ഥന ദൈവം പരിഗണിക്കും. വിനീതന്റെ പ്രാർത്ഥന. അഹങ്കാരി എത്ര നീണ്ട പ്രാർത്ഥന നടത്തിയാലും സ്വർഗത്തിലെത്തണമെന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 35, 21 വചനം പഠിപ്പിക്കുന്നുണ്ട്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അഹങ്കാരിയുടെ പ്രാർത്ഥനയ്ക്ക് ആ ഒരു ഷാർപ്പ്നെസ്, മൂർച്ച അതുണ്ടാകത്തില്ലെന്ന്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 5-ാമത്തെ വചനം കർത്താവ് പറയുന്നുണ്ട്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അഹങ്കരിക്കുന്നവരോട് അവർക്ക് ശിക്ഷ കിട്ടും. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ല, അവർക്ക് കിട്ടാൻ പോകുന്നത് ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. രണ്ടാമത്തെ കാര്യം, വിശുദ്ധരുടെ, നിഷ്കളങ്കരുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും അവഗണിക്കത്തില്ല. അത് ദൈവം പരിഗണിച്ച് അതിന് ഉത്തരം നൽകും. ഇത് 2 ദിനവൃത്താന്തം 16-9 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുന്നവരുടെ മേൽ അവിടുത്തെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പാഞ്ഞു നടക്കുന്നു. ആരെങ്കിലും നിഷ്കളങ്കരായി ജീവിക്കുകയും പരിശുദ്ധരായി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനടി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുന്നു. അങ്ങനെയുള്ളവരെ കണ്ട് അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ തന്നെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പാഞ്ഞു നടക്കുന്നു എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ദരിദ്രന്റെ നിലവിളി കർത്താവ് പരിഗണിക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് സുഭാഷിതങ്ങൾ 21-13 വചനം. എന്ന് പറഞ്ഞാൽ, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥന ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന അഹങ്കാരികൾക്ക് അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്കൊന്നും ഉയരാൻ പോകുന്നില്ല. ഇനി അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കാൻ പോലും പോയെന്ന് വരില്ല. ദരിദ്രരുടെ പ്രാർത്ഥന, ദൈവം ഇല്ലാതെ ഞാനൊരു ദരിദ്രനാണ്, ദൈവാശ്രയത്വമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവരുടെ പ്രാർത്ഥന ദൈവം പരിഗണിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 4-ാമത്തെ കാര്യമാണ്, പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ കാര്യമില്ല, ചങ്കിൽ നിന്നുയരണം പ്രാർത്ഥന. അങ്ങനെ ചങ്കെ തട്ടിയുള്ള ഒരു നിലവിളി മതി, ദൈവം പരിഗണിക്കും. ദൈവം പരിഗണിച്ചതായിട്ട് തെളിവുണ്ട്. 2 ദിനവൃത്താന്തം 18-31 എടുക്കുമ്പോൾ യഹോഷാഫാത്ത് ആകപ്പാടെ ചെയ്തത് ദൈവമേ എന്നൊരു വിളി. ആ വിളി ദൈവം കേട്ടു, അവനെ സഹായിച്ചു. മരണവക്കിലെത്തി നിന്നിരുന്ന അവനെ രക്ഷിക്കുന്ന ദൈവത്തെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന് അവൻ ചെയ്തത് എന്താണ്? ദൈവമേ എന്നൊരു വിളി ചങ്കിൽ നിന്ന് വന്ന ഒരു വിളിയാണ്. അങ്ങനെയൊക്കെയുള്ള വിളികൾ ദൈവത്തിന് അവഗണിക്കാൻ പറ്റില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. 5-ാമത്തെ കാര്യം, മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരിക്കലും അവഗണിക്കത്തില്ല. നമുക്കറിയാലോ, ഡിലേ ഡസ് നോട്ട് മീൻ ഡിനായൽ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. നമുക്കൊരു കാലതാമസം വന്നെന്ന് വിചാരിച്ച് നടക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥന നിർത്താൻ പോവാ, എനിക്ക് പ്രാർത്ഥിച്ച് മടുപ്പായി, അങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. പ്രഭാഷകൻ 7:10, പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. ലൂക്ക 18-7 വായിച്ചാൽ, രാവും പകലും ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം ഉത്തരം കൊടുക്കാതിരിക്കുമോ? 6-ാമത്തെ കാര്യം, സമ്പൂർണമായ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുന്നവർക്ക്
ദൈവത്തിൻ്റെ ആ ഒരു ഉത്തരം കിട്ടും. സമ്പൂർണ്ണമായൊരു സമർപ്പണം. യെരമ്യാ 29:13 പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ലൂക്ക 21:1 എടുത്താൽ വിധവ ഒക്കെ ഉണ്ടായിരുന്നത് മുഴുവൻ ഭണ്ഡാരത്തിലിട്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം കാണാൻ പറ്റും. അതുപോലെ ലൂക്ക 18:22 വായിച്ചാൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുമ്പോൾ ഏറെ സമ്പത്ത്, ആത്മീയ സമ്പത്ത് നിനക്കുണ്ടാകും എന്നുള്ളത് കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം അവഗണിക്കുന്ന ചില പ്രാർത്ഥനകൾ. ഈ അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അവിടെ ഫലം ഉണ്ടാകില്ലെന്ന്. ഒന്ന്, പാപികളുടെ പ്രാർത്ഥന. യോഹന്നാൻ 9:31 വായിച്ചാൽ പാപികളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല. യെശയ്യാ 1:15 മുതൽ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയും, കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, പാപമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് അനീതി പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം അവഗണിക്കും. നമ്മൾ കാണുന്നുണ്ട് 1 പത്രോസ് 3:12 അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഞാൻ മുഖം തിരിച്ചു കളയും. അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാലും ദൈവം അത് പരിഗണിക്കത്തില്ല. മൂന്നാമത്തേത് പൊള്ളയായ നിലവിളി. ജോബ് 35:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പൊള്ളയായ നിലവിളി കർത്താവ് സ്വീകരിക്കത്തില്ല. ദൈവത്തിനറിയാം നമ്മുടെ നിലവിളി പൊള്ളയാണോ കഴമ്പുള്ളതാണോ എന്നുള്ളത്. നാലാമത്തേതാണ് പ്രവൃത്തി ഇല്ലാത്ത പ്രാർത്ഥന. ചിലര് നീണ്ട പ്രാർത്ഥനകളൊക്കെ നടത്തും, ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അതിനൊത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ. യാക്കോബ് 2:15 മുതൽ വായിക്കുമ്പോൾ നിന്റെ സഹോദരൻ ആവശ്യത്തിലിരിക്കുന്ന നീ കണ്ടിട്ട് അവനെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാതെ നീ നിന്റെ പ്രാർത്ഥനയുടെ നീളം കൂട്ടിയാലും അത് ദൈവം അവഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് യാന്ത്രികമായ പ്രാർത്ഥനകൾ. ജെറമ്യാ 12:2 വായിച്ചാൽ അവരുടെ അധരത്തിൽ ഞാനുണ്ട്, ഹൃദയത്തിൽ ഞാനില്ല. പറഞ്ഞാൽ വെറും യാന്ത്രികമായ പ്രാർത്ഥനകൾ മാത്രം, ചങ്കിൽ നിന്ന് വരുന്ന പ്രാർത്ഥന, ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന അവർ നടത്തുന്നില്ല എന്ന്. അവസാനത്തേതാണ് അസത്യം വെടിയാത്തവരുടെ പ്രാർത്ഥന ദൈവം പരിഗണിക്കത്തില്ല, അവഗണിക്കും. നമ്മൾ കാണുന്നുണ്ട് ആമോസ് 5:21 മുതൽ വായിക്കുമ്പോൾ 24-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ. അപ്പം അസത്യമാണ് നമ്മുടെ കൂടപ്പുറപ്പെങ്കിൽ എങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും? തിരുത്തേണ്ടത് തിരുത്തുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.